ചവറയിൽ മുത്തശ്ശിയുടെ കഴുത്തറുത്ത് കൊന്ന് കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ച് ചെറുമകൻ. ചവറ വട്ടത്തറ സ്വദേശി സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത്. കൊച്ചുമകൻ ഷഹനാസിനെ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏവരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൊല്ലം ചവറ കൊട്ടുകാടിനടുത്തുള്ള വട്ടത്തറ യിലാണ് ഈ സംഭവം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മുത്തശ്ശിയെ കഴുത്തറുത്ത് കൊന്ന് കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെക്കുകയായിരുന്നു ചെറുമകൻ. ഈ സുലേഖ ബീബി, 70 വയസ്സുള്ള സുലേഖ ബീബിയാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചുമകൻ ഷഹനാസ് 28 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഇയാളെ ഇപ്പോൾ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സുലേഖ ബീവിയുടെ തല കട്ടിലിനടിയിലെ കവറിൽ പ്രത്യേകം സൂക്ഷിച്ച നിലയിലാണ് പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. കൊലപാതകം കണ്ട ഷഹനാസിന്റെ മാതാവ് മുംതാസ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മുംതാസിന്റെ മാതാവിനെയാണ് ഈ ഷഹനാസ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതായത് ആ ചെറുമകനാണ് മുത്തശ്ശിയെ കൊന്ന് ഈ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ചത്. ഷഹനാസ് ലഹരിക്കടിമയാണ് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. വലിയ സംഘർഷത്തിലടക്കം കാര്യങ്ങൾ പോയതാണ്. കാരണം ഷഹനാസിനെ ശാരീരികമായി ആക്രമിക്കുമെന്ന് നാട്ടുകാരടക്കം പറഞ്ഞു. കാരണം ഇത്തരം ഒരു സംഭവം ആ നാട്ടിൽ ആദ്യമാണ്. ഈ ലഹരിക്കടിമയായ ഒരു മകനെ ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നടക്കം നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തി. ഒടുവിൽ പോലീസ് എത്തി പണിപ്പെട്ടാണ് ഈ ഷഹനാസിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചവറയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ മരണം, ഈ അമ്മയുടെ മരണം അറിഞ്ഞ മുംതാസ് ഈ ഷഹനാസിന്റെ അമ്മ ആത്മഹത്യക്കടക്കം ശ്രമിക്കുന്നതും കണ്ട നാട്ടുകാരാണ് പിന്നീട് പോലീസിനെ അടക്കം വിവരം അറിയിച്ചത്. എന്തായാലും ഷഹനാസ് ഇപ്പോൾ ചവറ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ ലഹരിക്കടിമയാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.